സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്കാമേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ കുറേയധികം സ്കാമേഴ്സ് കാര്യമൊക്കെ ഇപ്പം കറൻ്റ് ഉണ്ട് ഗെയിമിൽ. നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്കാമറിനെ കാര്യമൊക്കെ എക്സ്പോസ് ചെയ്ത് വീഡിയോ കാര്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുപോലെ തന്നെ ഒരു പാർട്ട് 2 കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളൊരു അക്കൗണ്ട് കാര്യമൊക്കെ ബൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ആണ് ഈ ഒരു വീഡിയോ എനിക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഞാനാണ് ഇവിടെ ആദ്യം തന്നെ ഒരു വീഡിയോ കാര്യമൊക്കെ കാണിച്ചു തരാം, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഗൈസ്, അപ്പോൾ ഇതാണ് ആ ഒരു അവൻ്റെ ഐ ഡി എനിക്ക് വരുന്നത്. അപ്പം ഈ ഐ ഡിയിലെ കാര്യമൊക്കെ അക്കൗണ്ടിൻ്റെ വിലയാണ് എന്നെ കൂടുതൽ ഞെട്ടിച്ച സംഭവം പറഞ്ഞാൽ. ഗൈസ്, ഇവിടെ തന്നെ നോക്കുക, MB40 മാക്സ് ആയ അക്കൗണ്ടിൻ്റെ വില 500 രൂപ, MB40 ഗ്രോസ്, M8 അതുപോലെ തന്നെ 62 ലെവലും കണക്കാണ്. ഗൈസ്, 6450 അൺക്ലെയിംഡ് ഡയമണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അക്കൗണ്ടിൻ്റെ എല്ലാം വില നിങ്ങൾ നോക്കുക, വൻ ഓഫർ. ഇത് കണ്ടോ, 1000 രൂപയ്ക്ക് പോക്കർ MB40 അതുപോലെ തന്നെ കീഴിൽ അക്കൗണ്ട് കിട്ടിയേക്കുന്നത്. 500 രൂപയ്ക്ക് ഇത്രയും കളക്ഷനുള്ള അക്കൗണ്ട് നോക്ക്. ഇതൊക്കെ ഇവൻ്റെ ഈ അക്കൗണ്ട് കണക്ക് നോക്ക്, എല്ലാം ഭയങ്കര വിലക്കുറവ്. ഇപ്പോൾ ഒരു അക്കൗണ്ട് കണക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി വൻ റിച്ച് അക്കൗണ്ട്, അത്ര റിച്ച് ആയിട്ടുള്ള അക്കൗണ്ട് കാണിക്കും. ഇപ്പം ഇപ്പോൾ MB40 മാക്സ്, ഇപ്പോൾ AK മാക്സ് ഉള്ള അക്കൗണ്ട് കാണിക്കും നിങ്ങൾക്ക് 500 രൂപയ്ക്കും കാര്യമൊക്കെയാണ് ഇവന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു അക്കൗണ്ട് കാണിക്കുക വിലയും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. സെക്കൻഡ് ലൈറ്റ് അതുപോലെ തന്നെ ഈ ഒരു ജോക്കർ ബണ്ടിൽ, ബ്ലൂ ക്രിമിനൽ, ആ ഒരു ഇതെല്ലാം 1200 രൂപയ്ക്ക്. കേസ് അപ്പോൾ അക്കൗണ്ട് കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കാര്യമൊക്കെയാണ്. കേസ് അപ്പോൾ ആ ഒരു അക്കൗണ്ടാണ് ഇവൻ നിങ്ങൾക്ക് 1200 രൂപയ്ക്ക് കാര്യങ്ങൾ തരാൻ പോകുന്നത്. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ തന്നെ കുറേ മണ്ടന്മാർ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് ഇവനാണ് പൈസ വാങ്ങിച്ചിട്ട് ബ്ലോക്ക് അടിച്ചിട്ട് പോകും. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, കാരണം അവൻ ആരാന്നുപോലും നമുക്കറിയത്തില്ല. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു ബന്ധമാണ്. പിന്നെ അവൻ പ്രൂഫ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് അത്രമാത്രം ഒരു ട്രസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇത്രയും വില ഓർത്തൊക്കെ എവിടെയാണ് ഈ അക്കൗണ്ട് കിട്ടുന്നത്? 600 രൂപയ്ക്ക് AK മാക്സ്, MB40 മാക്സ് ഒക്കെ ആയിട്ടുള്ള അക്കൗണ്ട് എവിടെ കിട്ടും? ഇതൊക്കെ മാക്സ് ആക്കണമെങ്കിൽ തന്നെ 7000 8000 ഡയമണ്ടിന് മുകളിൽ വേണം. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഇതൊരു മാക്സ് ഒന്നും ആക്കിയിട്ടുമില്ല. എൻ്റെ കയ്യിലാണ് ഈ കൊണ്ടും കണക്കില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യം നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു അക്കൗണ്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ആദ്യം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സെയിൽസും കാര്യമൊക്കെ നടത്താതിരിക്കുക. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് സെയിൽസും കാര്യമൊക്കെ നടത്താതിരിക്കുക, കാരണം അത് അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആപ്പ് പോലും അല്ല ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. ഇത് അങ്ങനെ എല്ലാ സ്കാമേഴ്സാണെന്നോ ഞാൻ പറയുന്നത്, പക്ഷേ കൂടുതൽ സ്കാമേഴ്സാണുള്ളത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലിങ്സ് കാര്യമൊക്കെ വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് നിങ്ങൾ ഡീലിങ്സ് നടത്താതിരിക്കും ഇൻസ്റ്റാഗ്രാം വഴി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാക്സിമം നിങ്ങൾ അവർ ഡീലിങ്സിന് വന്നാൽ തന്നെ നിങ്ങൾക്ക് ആ അക്കൗണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരുടെ നമ്പർ കാര്യമൊക്കെ വാങ്ങിക്കുക. അതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, അല്ലെ കോൾ ചെയ്യുക. അതിന് ശേഷമാണ് നിങ്ങൾ ആദ്യം വാങ്ങിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആധാർ കാർഡും കാര്യമൊക്കെയാണ്. ചിലപ്പോൾ അവർക്ക് ആധാർ കാർഡ് എനിക്ക് തരാൻ ചെറിയൊരു മടി കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ആധാർ കാർഡ് കാര്യമൊക്കെ അയച്ചു തരാൻ പറയാം, ഫോട്ടോ അയച്ചു തരാൻ പറയാം. അതിന് ശേഷം നിങ്ങൾ മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ വീഡിയോ കോൾ ചെയ്യുക. വീഡിയോ കോൾ ചെയ്ത് അവരുടെ ഫേസ് കാണിക്ക് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിക്ക് എടുത്ത് വെക്കുക. അവരുടെ അല്ലെങ്കിൽ ഫോട്ടോ ചോദിച്ചു വാങ്ങുക. ഈ ഫോട്ടോ ചോദിച്ച് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു നല്ലൊരു കാര്യം വെച്ചാൽ വീഡിയോ കോൾ തന്നെ ചെയ്യുക. കാരണം വീഡിയോ കോൾ ചെയ്യുവാണെങ്കിൽ അവരുടെ ഫേസ് കാണിക്കാൻ പറയുക. അതിന് ശേഷം ആ ഒരു കോളിൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് ഏറ്റവും വലിയൊരു തെളിവാണ് എന്തെങ്കിലും സ്കാമും കാണിക്കും നടത്തിയാൽ. ഗൈസ്, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു ഡീലറിൻ്റെ എനിക്ക് സ്ഥലം എവിടെയാണ്, ആ ഒരു നമുക്ക് അക്കൗണ്ട് വരുന്ന പുള്ളിക്കാരൻ്റെ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഗൈസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മേജറായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു അക്കൗണ്ട് ബൈങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗൈസ്, അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സും കാണിക്കുകയാണ്. ഒരു മടി കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് കാണിക്ക് ലൈക്ക് ചെയ്യുക. വെറും 5 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. ലൈക്ക് അടിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കിള്ളം വീഡിയോസൊക്കെ ആയിട്ട് ഇനി എന്താണെങ്കിലും വരും. ഗൈസ്, അപ്പോൾ നമുക്കിനി ഒരു അക്കൗണ്ട് ബൈങ്ങിൻ്റെ ഏറ്റവും മേജറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ട് കാര്യമൊക്കെ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് കാര്യമൊക്കെ നമ്മൾ കളക്ഷൻ വീഡിയോയും കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളെന്താണെന്ന് നോക്കിയിട്ട് അക്കൗണ്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കളക്ഷൻ കാര്യമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു അക്കൗണ്ടിന് ഒരു വില തീരുമാനിക്കണം. ആദ്യം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ആ അക്കൗണ്ടിലെ കളക്ഷനും കാര്യമൊക്കെ വെച്ചിട്ട് ഏകദേശം ഒന്ന് ഊഹിച്ച് നോക്കി അക്കൗണ്ടിന് എത്ര രൂപ വെറുത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച പോലെ ഫസ്റ്റ് ലൈറ്റ് അക്കൗണ്ടും സെക്കൻഡ് ലൈറ്റ് അക്കൗണ്ടൊക്കെ 1000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും കിട്ടത്തില്ല ആ ഒരു വിലയ്ക്ക്. അതങ്ങനെയാണ്, കാരണം അതിനൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സാധനമാണ്. എങ്ങനെ ഒരു 10000 രൂപ അതിന് മുകളിലോട്ട് വന്നാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അതിന് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം അക്കൗണ്ടിൻ്റെ കളക്ഷൻ കാര്യമൊക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അതൊന്ന്
അക്കൗണ്ട് കളക്ഷൻ കാര്യമൊക്കെ നോക്കി ഒന്ന് ഡീറ്റെയിൽസ് എല്ലാം നോക്കി കളക്ഷനും അക്കൗണ്ടിലെ റെയർ എല്ലാം നോക്കി ഒന്ന് ഊഹിച്ചെടുക്കുക അക്കൗണ്ട് എത്ര രൂപ വെറുത്ത് വരുന്നത്. ആ ഒരു പൈസയും നിങ്ങളോട് നിങ്ങളുടെ അക്കൗണ്ട് വാങ്ങിച്ച് തരാൻ വരുന്ന ഡീലർ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ അക്കൗണ്ട് പറയുന്നതും കൂടെ തമ്മിലൊന്ന് നോക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം സാമ്യമായ മാത്രമേ നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ നോക്കുക, അല്ലെ മണ്ടത്തിലൊന്നും കാണിക്കരുത്. ഗീസ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്സും കാര്യമൊക്കെ. ഈ ഒരു ടിപ്സും കാര്യമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്കാമും കാര്യമൊക്കെ വരാതെ നിങ്ങളുടെ അക്കൗണ്ട് കാര്യമൊക്കെ സേഫായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗീസ്. അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സും എനിക്ക് വളരെ ഇപ്പം കുറവാണ്. അങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിനെ പറ്റി കാര്യമൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് പറയുക ഗീസ്, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.